ഹലോ ഗൈസ്, അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ സ്കോഡും കൂടെ ഒരു ന്യൂപ്പ് റാങ്ക് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ന്യൂപ്പ് റാങ്ക് ചെയ്ത വീഡിയോ ആണ് അപ്പൊ നിങ്ങളിപ്പോ കാണാൻ പോണത്. അപ്പൊ എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ അപ്പുറത്തെ ടീമിലുള്ള ഒരു കിസ് മിസ് എന്ന് പറയുന്ന ആളും ക്രിമിനൽ എന്ന് പറയുന്ന ആളുമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടോ. അപ്പത്തേക്കും ഞാൻ മൈക്ക് ഓഫ് ആക്കി വെക്കാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പോവാ. അപ്പത്തേക്കും ബൈ ബൈ. ഇപ്പം കഴിച്ച് ഈ ന്യൂപ്പ് റാങ്കിനകത്ത് അതില്ല നമ്മുടെ അക്ഷയൊക്കെ പറയത്തില്ലേ, അതേപോലെ ആദ്യം കാണുന്ന മണ്ടന് അതേപോലെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ കളിക്കുന്നത് ഞാൻ അല്ലാതെ നമ്മുടെ ഈ ഫ്രീ ഫയറിനകത്ത് ആൽബം എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതിനകത്ത് കയറി നോക്കി എടുത്ത ആ വീഡിയോ ആണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ആദ്യം ചാവുന്ന ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു എനിമി, ഞാൻ ഒളിക്കാൻ വന്നിരുന്നതാണ്. ആ എനിമി ഇപ്പം ചാടി വരും. ഞാൻ മൈക്ക ഓണാക്കാന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കും. എനിമി എന്നെ കണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ എന്താണ്ട് ഇപ്പൊ ഇവിടെ ഗ്ലൂ വാൾ ഇട്ട് ഓടിപ്പോവും. ഗ്ലൂ വാൾ ഇട്ട് ഓടിപ്പോയാലും ഞാൻ എന്നാലും ഇപ്പൊ ചാവും ഗൈസ്. കാരണം ഇവിടെ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചത്തുപോവും. അപ്പൊ ഞാൻ തന്നെ ആദ്യം സെക്കൻഡ് മണ്ടൻ ഞാനായി പോവും. അപ്പൊ അങ്ങനെ സെക്കൻഡത്തെ മണ്ടൻ ഞാനായി. അപ്പൊ എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എലോൺ ബോയ് എന്നറിയപ്പെടുന്ന, ഇപ്പൊ ചാനൽ തുടങ്ങിയതേ ഉള്ളു, MR ശിവ എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ഉള്ള ആള്. പിന്നെ ഈ MR ആരാണെന്ന് നിങ്ങൾക്ക് മിക്കവാറും അറിയായിരിക്കും, കാരണം അവന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. പിന്നെ MR ശിവ എൻ്റെ ഒരു ബന്ധുവാണ്, പിന്നെ കസിനാണ് കേട്ടോ ഗേസ്. അപ്പം ഈ എം ആർ ആരോൺ ഒരു ചാനലുണ്ട്, അതിൻ്റെ പേര് MR ആരോൺ ലൈവ് എന്നാണ്. അപ്പം നിങ്ങൾ എന്തായാലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എലോൺ ബോയ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾ ആർക്ക് എൻ്റെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം ഇവനാണെങ്കിൽ ഓടി 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 കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവൻ ഓടി ഓടി കളിക്കുന്ന ഒരു സമയമുണ്ട് ഗേസ്. ഈ റാംപേജ് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നല്ലപോലെ കളിക്കുന്ന ഒരു ഗെയിമിങ് ആളിലാണ്. അപ്പം ഗൈസ്, അപ്പം ഈ കളിയിലും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മണ്ടൻ പൊട്ടൻ അതൊക്കെ ഉണ്ട്. ലാസ്റ്റ് കാണാൻ ബുദ്ധിമാനാണ്. അപ്പം നിങ്ങളെ ഈ കളിയിൽ ചിലപ്പോ ആദ്യം ഞാൻ തന്നെ ചാവുന്നുണ്ട് ഗൈസ്. ഈ കളിയിൽ ആദ്യം ഞാൻ തന്നെ ചാവും. ഇതിന് മുമ്പ് ഞങ്ങള് ന്യൂപ്പ് റാങ്ക് പോയായിരുന്നു, അതിനകത്ത് റാംപേജ് വൈറ്റ് ഇല്ലായിരുന്നു. അപ്പൊ റാംപേജ് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ന്യൂപ്പ് റാങ്ക് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പൊ ഞങ്ങളുടെ കൂടെ വേറൊരു നൂബനായിരുന്നു വന്നത്. ആ നൂബനാണെങ്കിൽ ന്യൂപ്പ് റാങ്ക് മൊത്തം പൊളിച്ച് കയ്യെ തന്ന്. അപ്പൊ അതുകൊണ്ട് ആ ന്യൂപ്പ് റാങ്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ റാംപേജ് വൈറ്റ് ഓൺലൈനാന്ന് കണ്ടപ്പോ ഓൺലൈനിൽ അവന് കയറി വിളിച്ചെടുത്താണ്. അപ്പം കേസ് നോക്കുകയാണെങ്കിൽ അവരൊക്കെ അവിടെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഞാനാണ്ട് ഇവിടെ വിളിക്കാൻ പോകും. ഇവിടെ വിളിക്കും ഞാൻ. പക്ഷെ അവിടെ ആണെങ്കിൽ അവിടെ MR ആരോണം പറയുന്നത് അവൻ ഒളിക്കുന്ന സ്ഥലത്ത് പോയി ഒളിക്കില്ലെന്ന്. ഇപ്പൊ ആണെങ്കിൽ അപ്പം ഞാൻ നോക്കുമ്പോ അവിടെയാണെങ്കിൽ MR ആരോൺ ലൈവ് MR ആരോൺ ആണെങ്കിൽ അവിടെ ആർക്കും പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇതൊക്കെ കവർ ചെയ്തിട്ടേക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഓറിയോന്റെ പവർ കിട്ടാറായിരുന്നു. അപ്പൊ ഞാൻ ഓറിയോന്റെ പവറിട്ട് മണ്ടയ്ക്ക് പോവും. പക്ഷെ അവിടത്തെ എനിമീനെ ഞാൻ കണ്ടെങ്കിലും ആ എനിമി എന്നെ അടിച്ചിടും. അവിടുത്തെ മാത്രമല്ല മണ്ടയ്ക്കും ഉണ്ടായിരുന്നു എനിമി. അപ്പൊ നോക്കുവാണെങ്കിൽ ഈ MR ശിവയാണെങ്കിൽ ഗൈസ് MR ആരോന്റെ അടുത്ത് പോകാൻ നോക്കും. അപ്പൊ ആരോൺ പറയും എന്തുവാടാ എന്റെ സ്ഥലത്തോട്ട് വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ കളി തോക്കും, കാരണം ഇവന്മാരെയൊക്കെ എനിമി അടിച്ചു കൊല്ലും. പക്ഷെ ലാസ്റ്റ് എന്തായാലും ചാവുന്ന നമ്മുടെ റാംപേജ് വൈറ്റ് തന്നെയാണ്. അപ്പൊ അവൻ തന്നെയാണ് രണ്ടാമതും നമ്മുടെ ഈ ബുദ്ധിമാനായത്. അപ്പം ഗൈസ് ഇത് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ആണ്. അപ്പം
അടുത്ത പിന്നെ അത് മാത്രല്ല ഇനി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇടും കുറെ നാളുകൾക്ക് ശേഷം പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടതാണ്. ഇപ്പൊ നേരത്തെ ആരവൻ ചത്തു, ഇപ്പൊ തേർഡ് ഇവൻ ചത്തു, ലാസ്റ്റ് ഇവൻ തന്നെയാണ് ചത്തത്. ഇവനാ ഈ ക്രിമിനലാണ് നമ്മളെ എല്ലാരും കൊല്ലുന്നത്. ഞങ്ങളുടെ ഈ റൗണ്ടും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോ കളി തുടങ്ങും. അപ്പൊ ആ പ്രോ കളിക്ക് വേണ്ടി ഈ കളിയും കൂടെ കഴിയണം വരെ വെയിറ്റ് ചെയ്യണം. കുറച്ചും കൂടെ ഉണ്ടോ? ഇപ്പം അടുത്തൊരു കളിന് വേണ്ടി അടുത്ത ഈ ഒരു മാച്ചും കൂടെ കഴിഞ്ഞാൽ വേറൊരു മാച്ച് ഉണ്ട്. ഈ മാച്ചിൽ എന്തായാലും ഇപ്പൊ ആദ്യം ഞാൻ തന്നെ ആവും. മ്യാൻമാർ ശിവയാണ് എന്നെ പിടിച്ചിടുന്നത്. ഈ MR ആണെങ്കിൽ അവിടെ നോക്കിന്ന് അങ്ങനെ ആ സൈഡിൽ കൂടെ എന്നെ വന്ന് കൊല്ലും. അങ്ങനെ സെക്കൻഡ് പൊട്ടാനാണ്. ഈ കളിയിൽ എന്തായാലും ആദ്യം ചത്തും. ഈ ബാച്ചിൽ എല്ലാം തന്നെ ആദ്യം ഞാൻ തന്നെയാണ് ചത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടനായി. വെറുതെ ഞാൻ തന്നെ ആയിരുന്നു ഇതൊക്കെ ഇട്ടത്. നോക്കുവാണെങ്കിൽ ആരോണെന്നെങ്കിൽ നോക്കുവാണെങ്കിൽ അവിടെ മൊത്തം സ്കോഡ്. ഇവനാണെങ്കിലോ ഓടി. ഇപ്പൊ അവൻ ചത്ത്. ഈ കളിന്ന് വെച്ചാ റാംപേജ് വെച്ച് അവന്മാർക്ക് പിടി കൊടുക്കാത്ത പോലെ ഓടുന്ന ഒരു മാച്ചാണ്. എനിക്കിപ്പൊ കാണുമ്പോ മനസ്സിലാവും. ദാണ്ടെ എനിമീസ് ഒക്കെ അവിടുന്ന് വരുന്നുണ്ട്. ഒരുത്തന് മറ്റേ ക്രിമിനൽ ഇപ്പൊ ദാണ്ട് ഓടി ചെന്നില്ലല്ലോ അതിനകത്ത് കയറും ജോണി. ഇപ്പ ആണെങ്കി ഇവനാണെങ്കി സോണ് ഈ ഇതൊക്കെ ഇട്ട് ഗ്ലൂവാളൊക്കെ ഇട്ട് ഓടും. അവിടുന്ന് എനിമി വരുമ്പോ ഇവന് ഇതിനകത്ത് കയറി ഇവിടുന്ന് അവൻ പോകത്തില്ല. ഇവനാണെങ്കി ഇവിടെ ഗ്ലൂവാളൊക്കെ ഇട്ടേക്കും. അപ്പൊ അവരൊക്കെ അവിടാന്ന് പറഞ്ഞപ്പോ ഇവന് ഇവിടേക്കൂടെ പോയി. അപ്പൊ ആണ്ട നോക്കുമ്പോ ഇവിടെ എനിമി. അങ്ങനെ ഇവന് അവിടെ ഒരു ഗ്ലൂവാൾ ഇട്ടിട്ട് ഇവനാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് പോയി. അവനെ അറിയായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവൻ ചാവും. നോക്കിക്കോ. അങ്ങനെ അത്രയും നേരം അവനെ അങ്ങനെ ഓടിച്ചു കളിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ റൗണ്ട് എത്തി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രോ കളി പുറത്തെടുക്കേണ്ട റൗണ്ട്. ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ AWM ഒരു ഡെസേർട്ടും കൂടാണ്. പിന്നെ ഗ്ലൂവാളും എടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഈ കളി എന്തായാലും ഞങ്ങളുടെ വിജയത്തിന്റെ കളിയാണ്. അങ്ങനെ എന്റെ സത്യത്തിലുള്ള പേര് അക്ഷയ് എന്നല്ല. എന്റെ സത്യത്തിലുള്ള പേര് ആദി എന്നാണ്. പക്ഷെ സത്യം പറഞ്ഞ ഞാനാണെങ്കി എന്തുവാ ഈ അക്കൗണ്ട് തുടങ്ങിയ എന്റെ ചേട്ടനാണ്. അതുകൊണ്ട് എന്റെ ചേട്ടൻ ഇട്ട പേരാണ് CYSോട് അക്ഷയ്. എന്തായാലും അടുത്ത റൗണ്ട് നോക്കാം. ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി ബോംബ് എടുത്തെറിയുന്നുണ്ട്. അങ്ങനെ എടുത്തെറിഞ്ഞിട്ട് അവിടെ ഉള്ള ഒരുത്തനെ ഞാൻ ഇപ്പൊ കില്ലെടുത്തിടും. നോക്കിപ്പോ അവിടെ ഇവിടെ കാണാൻ പറ്റും. അവൻ തന്നെ. അവനെ കില്ലെടുത്ത് അങ്ങനെ ഞങ്ങളുടെ അതിനകത്ത് എല്ലാവർക്കും ഓരോരോ കില്ല് വെച്ച് ഉണ്ട്. ഞങ്ങളെല്ലാരും ഒരു കില്ലിലാണ്. കാരണം നമുക്ക് എല്ലാരും ലൂപ്രാങ്കിന് വേണ്ടി എല്ലാരും ഇതുണ്ട്. ഇത് മൊത്തം ഇതാക്കിയിട്ടേക്കാണ്. പക്ഷെ അവരുടെ അതിനകത്ത് എല്ലാം അടിപൊളിയാണ് ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ഒരു കില്ല്, എല്ലാരും മൂന്നാമത്ത്. പക്ഷെ ഈ ഡാമേജിന്റെ മാത്രം ഒരേതല്ല. ഞാൻ 135 എടുത്ത് റാംപേജ് 440 എടുത്ത്. പിന്നെ MR ആരോ 554 എടുത്ത്. പിന്നെ MR ശിവ
1234 ഡാമേജ് എടുത്തു. ഞാനാണെങ്കിൽ ഈ കളിയിൽ ഒരു അടിപൊളി കളി തന്നെ കളിക്കുന്നുണ്ട്. ഇനിയും ഇതേപോലെയുള്ള കില്ലെടുക്കുന്ന വീഡിയോസ് ഒക്കെ കാണുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഏസ് എടുക്കുന്ന കളിയൊന്നുമല്ല. ഇത് ഞങ്ങളുടെ CS എൻ്റെ കൂടെ ഉള്ള ഒരുത്തന് ഹോണർ സ്കോർ ആയതുകൊണ്ട് ഞങ്ങളുടെ സ്കോറിലുള്ള ഒരാൾക്ക് ഹോണർ സ്കോർ ആണ്. അത് ആരാണെന്ന് മാത്രം ഞാൻ പറയത്തില്ല. അപ്പൊ ആ ആൾക്ക് ഹോണർ സ്കോർ ആയതുകൊണ്ട് ഞങ്ങളെ നേരെ ക്ലാസ് കോഡ് പോയാണ് എടുത്ത്. അപ്പൊ അവിടെ ഒരു കില്ലെടുത്ത് ക്ലാസ് കോഡ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കളി പ്രോ കളിയൊക്കെ കളിച്ചായിരുന്നു. അപ്പൊ ആ കളിയിലൊക്കെ ഞാൻ ഇടബിൽ വെച്ച് കളിക്കുന്ന സീനാണ്. ഒരുത്തനൊക്കെ ചാടി ചാടി അടിച്ചിടും. ഇപ്പൊ ആരോൺ എന്നാണ്ട് ഈ വീടിനെ മണ്ടയ്ക്ക് കയറ്റും. ഞാനും ആരോണും അപ്പം ഈ വീടിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് ഗ്ലൂ വാളൊക്കെ ഇട്ട് എന്നെ മണ്ടയ്ക്ക് കയറ്റും. പക്ഷെ ഞാൻ ഈ കളിയിലെ ഒരു കില്ല് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനാണെങ്കിൽ ഇപ്പൊ താണ്ട് നോക്കുവാണെങ്കിൽ 2 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ എടുത്ത് ചാടി മണ്ടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നോക്കിയേ, ഞാനിപ്പോ ഇതിന്റെ മണ്ടയ്ക്ക് അവിടെ ഉള്ളവനെ എടുത്ത് കളയാനാ നോക്കുമ്പോഴും അവനാണെങ്കിൽ അവനെ എടുത്ത് അടിക്കും. പക്ഷെ അവിടെ ആണെങ്കിൽ ആരോൺ MR ആ ക്രിമിനലിനെ അടിച്ചിടും. ക്രിമിനലിന്റെ ഡ്രസ്സ് കണ്ടോണ്ട് എനിക്ക് ഇനി ക്രിമിനലിന്റെ പേര് കാണാപ്പാടം അറിയാം. ഈ കളി ഇപ്പൊ ജയിച്ചു. ആ കളിയിൽ എൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞു. ആവശ്യമുണ്ടായിരുന്നു. എന്തുവാന്നറിയാം, ഗ്ലൂ വാൾ പൊട്ടിച്ചു കൊടുക്കുക. അതായിരുന്നു എൻ്റെ ആവശ്യം. ഈ കളി ലാസ്റ്റ് കളിയാണ്. ഇതിനകത്ത് ഞാനൊന്നും എടുക്കുന്നൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ ഇപ്പൊ ഓടിച്ചൊന്നുമില്ലല്ലോ. അവിടെ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ മണ്ടയ്ക്ക് കയറും. എന്നിട്ട് അവിടെ ഒരുത്തന് ഡാം കൊടുക്കും. ഡാം കൊടുത്ത് അവനാണെങ്കിൽ ജയിക്കും. അങ്ങനെ ഈ കളി അങ്ങ് ജയിക്കും. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിക്കും. പിന്നെ അത് മാത്രമല്ല ഗൈസ്, അത് മാത്രമല്ല നമ്മളപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. പിന്നെ ഗൈസ് അത് മാത്രമല്ല, ഈ ചാനൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. കാരണം നമ്മള് ഈ ഫ്രീ ഫയർ കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഇല്ലേ കൂടുതൽ ഇടാറ്. പിന്നെ ഫ്രീ ഫയർ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഫിനിറ്റി ഗ്ലൂ വാൾ ആവുന്നോണ്ട് തന്നെ ഞാനാണെങ്കിൽ അതിന് ഞാൻ നല്ല ഇത് കാണിക്കുന്നുണ്ട്. 329 ഡാം കൊടുത്ത് അവിടെ ഉള്ളവനെ ഇപ്പൊ കളി ജയിക്കും. നോക്കിക്കോ, ഞാൻ വെറുതെ ഇപ്പൊ ഓടിച്ചെല്ലും കില്ലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹം ബുഗി അടിക്കാൻ. അപ്പം ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ.